MLA-യും മുതിർന്ന നേതാവുമായ നയനാർ നാഗേന്ദ്രൻ BJP തമിഴ്നാട് അധ്യക്ഷനാകും. അധ്യക്ഷ സ്ഥാനത്തേക്ക് നയനാർ നാഗേന്ദ്രൻ മാത്രമാണ് ഇതുവരെ പത്രിക നൽകിയത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതാക്കൾക്കിടയിൽ സമവായമായതിനെ തുടർന്നാണ് നയനാർ നാഗേന്ദ്രൻ പത്രിക നൽകിയത്. ஒட்டுமொத்த தலைமையுமே உங்களை தான் விருப்பம் கொடுத்துருக்காங்க. வேற யாரும் இது வரைக்கும் வர்ற மாதிரி இல்லை. இன்னும் 1 மணி நேரம் டைம் இருக்கு. வாசல் இறங்கி நாளை மாலை முடிவு அறிவிக்கப்படுமா சார்? நாளை ஸ்ரீவாரி திருமண மண்டபத்தில் அதுவும் அவங்கள்ட்ட தான் கேட்குறேன் சொல்லியிருக்கிறாங்க. தேர்தல் அதிகாரி இருக்கிறாங்க. எங்களது மதிப்புக்குரிய ஜெனரல் செக்ரட்டரி கருண் சிங் இந்த மாநிலத்தில் 3 மாதமாக பணியாற்றிய அண்ணன் சக்கரவர்த்தி அவர்கள் இருக்கிறாங்க. நீங்கள் அவங்கள்ட்ட நேரம் போனீங்கன்னா உங்களுக்கு தெளிவான விளக்கத்தெல்லாம் இல்லை. தமிழக பாஜகவின் புதிய தலைவராக பொறுப்பு கிடைச்சுன்னா உங்களோட செயல்பாடு எப்படி இருக்குங்க? ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് മുഹമ്മദ് റഹീസാണ്. റഹീസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ തമിഴ്നാട് BJPക്ക് പുതിയ അധ്യക്ഷൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. ഈയുടെ സമവായത്തിൽ നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു തലവേദനയും ഇല്ലാതെ BJP പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ പുതിയ തലമുറയെയും പഴയ തലമുറയെയും ഒക്കെ കൂട്ടിയിണക്കി കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ക്രിസ്റ്റീന, എന്തായാലും BJPക്ക് പുതിയ അധ്യക്ഷനായിരിക്കുകയാണ് തമിഴ്നാട്. നിലവിലെ MLA കൂടിയായിട്ടുള്ള നയനാർ നാഗേന്ദ്രനാകും BJPയുടെ അധ്യക്ഷൻ എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പക്ഷേ അതത്ര എളുപ്പമല്ലായിരുന്നു ഒരു അധ്യക്ഷനെ കണ്ടെത്തൽ. കാരണം നയനാർ നാഗേന്ദ്രന് കുറേയധികം കടമ്പകൾ പാർട്ടിക്കുള്ളിൽ നിന്നും കടക്കേണ്ടിയിരുന്നു. കാരണം 2017 മാത്രമാണ് അദ്ദേഹം AIADMKയിൽ നിന്നും BJPയിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിനെ സംസ്ഥാന ഉപാധ്യക്ഷനാക്കുന്നുണ്ട്. അതിന് പിന്നാലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ പല കടമ്പകളും അദ്ദേഹത്തിന് കടക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ AIADMK ഒരു ബന്ധം. അദ്ദേഹം മനസ്സുകൊണ്ട് ഇപ്പോഴും AIADMKക്കാരനാണ് എന്നുള്ളൊരു ആക്ഷേപം ഈ ഒരു BJP നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അണ്ണാമലയെ നീക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും BJP നേതാക്കൾക്കിടയിൽ വലിയ തർക്കമുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ടി എത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. അമിത്ഷാ ഇന്നലെ ചെന്നൈയിലെത്തി നേതാക്കളുമായി മാരത്തോൺ ചർച്ച തന്നെ നടത്തുകയുണ്ടായി. ആദ്യം അണ്ണാമലയെ തന്നെയാണ് കണ്ടത്. അണ്ണാമലയുമായി ഏതാണ്ട് അരമണിക്കൂറിലധികം ഇന്നലെ രാത്രി അദ്ദേഹം സംസാരിച്ചു. ശേഷം അണ്ണാമലയെ മുന്നോട്ട് വെച്ച ചില ഉപാധികളൊക്കെയും അംഗീകരിച്ചു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയും കണ്ടത്. ഒരു ഡസനോളം നേതാക്കൾ ഈ ഒരു സ്ഥാനം മോഹിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളായി പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെയും കണ്ട് ഇക്കാര്യത്തിലൊക്കെ വിശദമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. നയനാർ നാഗേന്ദ്രൻ ഏറ്റവും അനുകൂല ഘടകമായി മാറിയത് അത് ഈ AIADMKയുടെ പിന്തുണയാണ്. AIADMK വീണ്ടും NDA ക്യാമ്പിലേക്ക് എത്തുമ്പോൾ അണ്ണാമലയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളൊരു ഉപാധി EPS മുന്നോട്ട് വെച്ചതിനെ തുടർന്നാണ് അണ്ണാമലയ്ക്ക് സ്ഥാനം നഷ്ടമാകുന്നത്. കാരണം ഒരു നിലയ്ക്കും അണ്ണാമലയെ മാറ്റും എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ഉണ്ടായിരുന്നില്ല. കാരണം BJPയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അധികം ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്ത സംസ്ഥാനത്തിന് പുറത്തടക്കം തമിഴ്നാട് BJPയെ ചർച്ചയാക്കി നിർത്തിയത് അണ്ണാമലയാണ്. നേതാക്കൾക്കിടയിൽ അണികൾക്കിടയിലൊക്കെയും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ AIADMK ഈ ഒരു സഖ്യത്തിലേക്ക് വരും എന്ന് തീരുമാനിച്ചതോടുകൂടി അവർക്ക് അണ്ണാമലയെ അംഗീകരിക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ജയലളിതയ്ക്ക് എതിരെ അടക്കം നടത്തിയ പരാമർശങ്ങളാണ്. അങ്ങനെ EPS അമിത്ഷായെ ഡൽഹിയിൽ വെച്ച് കാണുന്നു. ഈ അണ്ണാമലയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്തേക്കില്ലെന്ന് പറയുന്നു. അതിന് പിന്നാലെ ഉരുത്തിരിഞ്ഞു വന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നയനാർ നാഗേന്ദ്രൻ്റേത്. അങ്ങനെ 10 വർഷക്കാലം BJP അംഗത്വം വേണമെന്നുള്ള ആ ഒരു ഉപാധി പോലും അതിന് പോലും ഇളവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. എന്തായാലും ആർക്കെങ്കിലും നോമിനേഷൻ നൽകാനുണ്ടെങ്കിൽ ഇനിയും അരമണിക്കൂർ സമയമുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല. തീർച്ചയായിട്ടും നയനാർ നാഗേന്ദ്രനെ ഉടൻ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ട് ക്രിസ്റ്റീന. ശരി.